അപ്പാ ചായ വന്നു. ഈ പെണ്ണിന് എന്നാത്തിന്റെ ചായ വന്നു. സോളമനി ചായ. എന്നാലും എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ. എന്റെ മോൻ ക്ഷമിക്കണം. മഹാഭാവിയായ ഈ അപ്പനോട് കഴിഞ്ഞതൊക്കെ മറക്കണം. ഇവർക്ക് ഇനി നീയേ ഉള്ളൂ. അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. നിന്റെ പെങ്ങന്മാരായവരെ എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം 18 കഴിഞ്ഞു. അതിന് മുൻപോ പിൻപോ എനിക്കൊരപ്പനുണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനൊരു പുതിയ ബന്ധം എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ സോളമൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ കൈകൊണ്ടൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട്. വേണ്ട. കുറച്ചു നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയുള്ളെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധവും പരിചയമോ ഒക്കെ ഉള്ള പോലെ. അതുകൊണ്ടാ. താൻ വളച്ചു കെട്ടാതെ കാര്യം എന്നാന്ന് പറയടോ പോലോച്ച. അല്ല, ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. ഈ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി. എവിടെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടേ? സാറൊന്ന് മൂളി കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഈ പൗലോസേറ്റ് നല്ല പയറ് പോലുള്ള പെൺപിള്ളേരുണ്ട്. അത് നല്ല ഒന്നാം തരം ഫാമിലിയിലുള്ളത്. എന്നതാ വേണ്ടതെന്ന് വെച്ചാ സാറ് പറ. ചെലവാകാതെ കിടക്കുന്ന വല്ല പെൺപിള്ളേരും ഉണ്ടോ പോലോച്ച തന്റെ കുടുംബത്തില്? താനീ പറയുന്ന പയറ് പോലത്തെ പെൺപിള്ളേരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്. കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ. അതിനെന്നാത്തിനാ അവരുടെ അടുത്ത് കുറ്റിയടിക്കുന്നത്? എങ്ങോട്ടാടി മറിയാമേ? ഒരു വലിയ കോളത്തെ ലക്ഷണമുണ്ടല്ലോ. ഓ, എന്തോന്ന് കോള് സാറേ. സീസണൊക്കെ മഹാമോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെയും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്ന എല്ലാവരും പറയണേ. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ, ഇല്ലയോ? മതി മതി, സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്. ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ. നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ്, അങ്ങേരുടെ അനിയനും ടീമോ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ. പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ 5 പുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ, അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ. പിള്ളേര് അത്രയ്ക്ക് രഹസ്യമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി മറിയാമേ. തൽക്കാലം നീ 5 പുരക്കിലോട്ട് ചെല്ല്. അവിടെ പിള്ളേർ അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞാണ്. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയച്ചാ മതി. ചേടാ, ഇവനിത് എന്നാ പണിയായി കാണിക്കുന്നേ? മണിക്കൂർ 1 ആയില്ല അകത്ത് കയറിയിട്ട്. പാവം 2 ആഴ്ചയല്ലേ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട്. അതിന്റെ ഒരു ക്ഷീണം കാണും. ഓ, ഇയാള് പറയുന്ന തോന്നും ബാക്കിയുള്ള ഒരുപാട് ദിവസവും. എടാ, അതുകൊണ്ടല്ല. ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാൽ മതി. ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട.
എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരടാ? ഡെന്നീസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലതും നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം. എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നീസേ, ഡെന്നീസേ വാതിൽ ഓർക്ക. എടാ വാതിൽ ഓർക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം. നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ. എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഇനി സാറിന്റെ കാര്യം. പൗലോച്ചാ, എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കോ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. സോളമൻ സാറുണ്ടോ? പൗലോച്ചാ, മണി ഇപ്പൊ 5:30 കോടതി പിരിഞ്ഞു കാണും. ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ. പക്ഷെ ഈ ഉമ്മച്ചന്റെ അനിയനെ പോലീസ് ജീപ്പി കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ ഉമ്മച്ചൻ എത്തിയല്ലോ. എന്നാ പിന്നെ ഉമ്മച്ചനൊരു കാര്യം ചെയ്യും. ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജീപ്പി പോയിക്കോളാം. താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയേച്ചാ മതി. അറിയാലോ, മജിസ്ട്രേറ്റ് നമ്മുടെ പപ്പനോ നമ്പീഷൻ. പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായതാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായിപ്പോയാ സഹായിക്കണം. നമുക്ക് അകത്തിരും സംസാരിക്കാം. താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട. സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോവാം. പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ചൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച? തോളയിൽ ഒരു സ്റ്റാർ അധികം കയറിയിട്ട് ഇപ്പൊ ആർക്കാ ഗുണം? പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ? തനിക്ക് കേസ് ഒഴിവാക്കണോ പറ. പക്ഷെ അതിന് ഇതൊന്നും പോരാ. എടോ, ഞാൻ ഈ കാര്യത്തിലൊരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. സംഗതി അഴിമതി തന്നെ. ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്നൊരു വിലയാന്ന് വെച്ചോ. 5 ലക്ഷം രൂപ കിട്ടണം. സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ MLA, ഒത്ത ഒരു മന്ത്രിയും. ഇന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ അതിന്റെ ഗുണം സാറിന് അന്ന് കിട്ടും. കള ഉമ്മച്ച, അത് താൻ MLA മന്ത്രിയൊക്കെ ആയിട്ടല്ലേ. മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച. താൻ കാശപ്പെത്തിക്കുന്നു പറ. അപ്പൊ കാശ് കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു. അതവൻ 5 പരക്കിലെ റബ്ബർ തോട്ടത്തിലുണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ. ശരി, കാശ് ഇന്ന് ഞാൻ കൊണ്ടുതരും. മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ. പക്ഷേ 5 എന്നുള്ളൊന്ന് കുറയ്ക്കണം. ഒരു 3 ലക്ഷം ഞാൻ തരും. 3 ലക്ഷം മതി. കാശ് താൻ കോട്ടത്തിലെത്തിക്കേ, ഞാൻ അവിടെ കാണാം. വാ. ഉമ്മച്ചൻ ഇരിക്ക്. ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചനെ? വേണ്ട. അതെന്നാടോ, താൻ കഴിക്കത്തില്ലയോ? അതുകൊണ്ടല്ല, ഇപ്പൊ വേണ്ട. തനിക്ക് എന്നതാ ഒരു പരവേശം? ഓഹോ, ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും. കൊടുത്തും പഠിക്കണം ഉമ്മച്ച. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അത്രേ ഉള്ളൂ. താൻ കഴിക്കടോ.
താനിത്തിരി ടെൻഷനില്ല. ആ അത് കള, കാര്യങ്ങൾ കേൾക്കട്ടെ. ക്യാഷ് ഇതിലുണ്ട്. ടെന്നീസിനെയും പിള്ളേർ എപ്പോൾ വിടുന്നു പറ. അതിന് ഇവിടുന്ന് ഒരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കിതൊന്ന് ഉറപ്പിക്കണമല്ലോ. കാശേ എണ്ണി നോക്കാം, എന്നിട്ട് വിട്ടാൽ മതി. കള്ളനോട്ടൊന്നും അല്ലല്ലോ ഉമ്മച്ച. കടുവായ കിടുവ പിടിച്ചെന്ന് നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. വിജിലൻസുകാരെപ്പോ എത്തുമെന്നോ മച്ചാ പറഞ്ഞേക്കുന്നേ? വിജിലൻസ് ഏത്? സോളമൻ, എന്താ ഇത്? കാർത്തികൻ സാറേ, മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമ്മതിക്കല. ഇവന്റെ അനിയനൊരു പോക്കൃത്തരം ചെയ്യുന്ന ഞാൻ പിടിച്ച് അകത്താക്കിയതാ. എന്നിട്ടിപ്പോ കൈക്കൂലിയും കൊണ്ട് വന്നിരിക്കുന്നു റാസ്കൽ. ഇവനൊക്കെ കാല് നീട്ടിക്കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. എന്ന് വെച്ച് കാക്കിയിട്ടിരിക്കുന്നവരെല്ലാരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നൊക്കെ ഉണ്ടല്ലോ. ആ പോലത്തെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. താൻ ഉടനെ ജീപ്പ് എടുത്ത് കോട്ടയത്തിലേക്ക് വാ. ദേ, എനിക്ക് ഉമ്മച്ചനോട് വിരോധമൊന്നുമില്ല. ഉമ്മച്ചൻ എന്നോടും ഉണ്ടാവരുത്. ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാളെ ഒന്നുകൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉമ്മച്ചൻ ചെല്ല്. പോടാ.